ഈ കോവിഡ് വന്നിട്ട് മില്യണേഴ്സും ട്രില്യണേഴ്സും ഒക്കെ കുത്തുപാളെടുത്തൊരു കാലാണ് അല്ലേ? ബൈജൂസ് ആപ്പിന്റെ ബാക്കിയുള്ള ശതമാനത്തിന്റെ ആളുകൾ 60% വരുന്ന ഓഹരി ഉടമകളും ബൈജുവിനെ കൂട്ടാതെ മലയാളിയായ കണ്ണൂരുകാരനായ ബൈജുവിനെയും ഭാര്യയെയും കുടുംബക്കാരെയും ഇവർക്കൊക്കെ ഡയറക്ടർഷിപ്പ് ഉള്ള ആൾക്കാരാണ്. മാത്രമല്ല ബൈജു ആണ് ഇതിന്റെ ഏറ്റവും തലതൊട്ടപ്പനായ സുപ്രീം പവറിലുള്ള ആള് അല്ലെ? ഈ ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ആപ്പ് അത് എത്ര പെട്ടെന്നാണ് അതിന്റെ വികാസത്തിലേക്ക് പോയിരുന്നത്. ഈ കോവിഡ് കാലത്താണ് അത് തഴച്ചു വളർന്ന് ലോകത്തെ നമ്പർ 1 ബ്രാൻഡായി. മലയാളത്തിൽ നിന്ന് മോഹൻലാൽ അതിന്റെ അംബാസഡർ ആയപ്പോ, ബോളിവുഡിൽ നിന്ന് ഷാറൂഖ് ഖാൻ അതിന്റെ അംബാസഡർ ആയപ്പോ, ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായ മെസ്സി അതിന്റെ സ്പോർട്സ് രംഗത്ത് നിന്നുള്ള അതിന്റെ അംബാസഡറായി, ലയണൽ മെസ്സി വരെ അംബാസഡറായിട്ട് വന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിലും ഫുട്ബോൾ ഗ്രൗണ്ടുകളിലൊക്കെ പരസ്യപ്പലകയില് മിന്നിത്തിളങ്ങി മറിഞ്ഞിരുന്ന ഒരു മലയാളിയുടെ ശ്രദ്ധേയമായ നേതൃപാടവത്തിന്റെ മികവിൽ മുന്നോട്ട് പോയിരുന്ന ബൈജൂസ് ഇപ്പൊ കിടക്കണ അവസ്ഥ എന്താണ്? ഇപ്പോ അതിന്റെ നിർമ്മാതാവിനെ നഖശികാന്തം എതിർക്കാനും ശക്തിയുക്തം പുറത്താക്കാനും നിർമ്മാതാവല്ലാത്ത ബാക്കിയുള്ള ആളുകൾ മുഴുവൻ യോഗം കൂടിയിരിക്കുകയാണ്. ശരത് പവാർ ഔട്ടായ പോലെ ലോകം അങ്ങനെയാണ്. നിർമ്മിച്ചവന് യാതൊരു സോഴ്സും ഇല്ലാത്ത കാലഘട്ടമാണ്. കാരണം ഇതൊന്നും നിയന്ത്രിക്കണേ നമ്മളല്ല. അപ്പൊ പലരും കുത്തുപാളെടുത്ത് നമ്മൾ കണ്ടതാണ്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാനാണ്. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു ചാർത്തുന്നതും ഭവാൻ. നമ്മൾ ഈ പറയുന്ന ഭവാനോട് നമ്മൾ പറയണതോ ഒരു ദിവസം എത്ര വട്ടം പറയണ നിസ്കാരം കഴിഞ്ഞിട്ട് അംഗീകരിച്ചാണ്ട് കൊടുക്കല്ലേ? നീ തരണം എന്ന് തീരുമാനിച്ചതിനെ വിലങ്ങാൻ ലോകത്ത് ഒരു കരസേനക്കും വ്യോമസേനക്കും നാവികസേനക്കും ഒരു ശക്തിക്കും സാധ്യമല്ല തമ്പുരാനെ. നീ നൽകണ്ട എന്ന് തീരുമാനിച്ചതിനെ പിന്നെ ഞങ്ങളിലേക്ക് കൊണ്ടുവരാനും ഒരു ശക്തി തീരുമാനിച്ചാലും നടക്കൂല റബ്ബേ. അത് അംഗീകരിക്കുകയാണ് നമ്മൾ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക അർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം അല്ലേ? നമ്മൾ പറയുന്ന നോക്ക്, റബ്ബിന്റെ മുമ്പിൽ എല്ലാം അംഗീകരിച്ചു കൊടുക്കുക നമ്മൾ. അപ്പോ നമ്മളിവിടെ നമുക്ക് വിശ്വാസമാണ് പ്രധാനം. അത് കൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ചുണ്ടിൽ നിന്നല്ല, നാവിൽ നിന്നല്ല, അത് കൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ വിശ്വാസത്തിന്റെ പുറത്ത് ഇന്ന് മഗ്രിബിന്റെ ശേഷം പോലും നമ്മൾ ദുആ ചെയ്തത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീ അല്ലാതെ ഒരു ആരാധ്യനില്ല, വഹ്ദഹു അവൻ മാത്രം, ലാ ശരീക ലഹു ഈ ഭരണങ്ങളിൽ അവന് അസിസ്റ്റന്റ് ഇല്ല, അവന് മാനേജർ ഇല്ല, അവന് പ്രൈവറ്റ് സെക്രട്ടറി ഇല്ല, അവന് അസിസ്റ്റ് ചെയ്യാനുള്ള വേറെ എംപ്ലോയീസ് ഇല്ല. ലാ ശരീക ലഹു അവൻ വഹ്ദഹു ആദ്യം പറഞ്ഞു, അവൻ ഒറ്റ. അല്ലാഹുവിന്റെ വഹദാനിയത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം നോക്കൂ നിങ്ങൾ. എന്നിട്ട് ലാ ശരീക ലഹു ഈ ഭരണത്തിൽ അല്ലാഹുവിനെ സഹായിക്കാൻ അവന്റെ കൂടെ ഒരാൾ പോലും ഇല്ല. ലഹുൽ മുൽക്ക് അധികാരം അവന്റെ കയ്യിലാണ്. വലഹുൽ ഹംദ് അതുകൊണ്ട് സ്തോത്രവും അവനാണ്. സ്തോത്രം എല്ലാ മതത്തിലുണ്ടല്ലോ സ്തോത്രം അല്ലേ? ഹൈന്ദവ ആചാരങ്ങളിൽ സ്തോത്രല്ലേ? സ്തോത്രയില്ലാത്ത ക്രോധമുള്ള ഹൃദയം മതത്തിൽ നിന്ന് അന്യമാണ്, ഭക്തിയിൽ നിന്ന് അന്യമാണ്. ക്രോധാത് ഭവതി സമ്മോഹാത്, സമ്മോഹാ സ്മൃതി വിഭ്രമ, സ്മൃതി വിഭ്രമ ബുദ്ധിനാശോ, ബുദ്ധിനാശോ പ്രാണശ്യതി. ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് അച്ഛൻ ഇടയൻ പറയുമ്പോ കുഞ്ഞാടുകൾ പറയുന്നൊരു വാക്കുണ്ട്, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പൊ എന്താണ്? ഹംദാണ്, സ്തുതി. സ്തുതി ഹംദ് അല്ലേ? ഹംദില്ലാത്ത ഒരു കാര്യത്തിനും ബർക്കത്തില്ല എന്നാണ്. ലഇൻ ശകർതും നിങ്ങൾ എന്നെ ഇങ്ങനെ സ്തുതിക്കുന്നുണ്ടോ, ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയുന്നുണ്ടോ, ലഅസീദന്നകും അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ തരും. അപ്പൊ നന്ദിയുള്ള ഖൽബാവും എപ്പോഴും. ഇപ്പൊ നമ്മള് അത് കമ്പാരിറ്റീവ്ലി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. താരതമ്യം ചെയ്തിട്ടാണ് നമ്മളത് പഠിക്കേണ്ടത്. നന്ദി എങ്ങനെ കിട്ടുക, നന്ദി എങ്ങനെയാണ് പഠിക്കുക, നന്ദി എങ്ങനെയാണ് മനസ്സിലാക്കുക? അല്ലാഹുവേ ഒരു വീൽ ചെയറിലല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തമ്പുരാനെ. ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ഒരാൾ ഷോൾഡറിൽ പിടിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തമ്പുരാനെ. സ്ട്രക്ചറിൽ കിടത്തിയിട്ട് എന്നെ ഒരാൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല തമ്പുരാനെ.
കയ്യിൽ ഒരു ട്രിപ്പ് ഇട്ടിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് തമ്പുരാനെ. അല്ലാഹുവേ, നീ തന്ന രണ്ട് കാലുകൾ, അല്ലാഹു രണ്ട് കാല് തന്നാൽ തന്നെ നമുക്ക് ഇവിടെ വരാൻ കഴിയോ? കാലിന് ഭാരം കൂടി, കാലിന് നീര് കെട്ടി, കാലിന് രക്തയോട്ടം നിന്നു, ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്കായി, ഒരടി കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. നമ്മൾ വരുമോ? അള്ളാഹു തന്ന കാലിൽ നീരോടി ചോരയോടി അതിന്റെ ഫംഗ്ഷൻ വളരെ ഓർഡറിൽ മുന്നോട്ട് പോയപ്പോ ആ കാലൂന്നിയിട്ട് പരസഹായമില്ലാതെ വീൽ ചെയറിൽ ഇരിക്കാതെ സ്ട്രക്ചറിൽ കിടക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ആ ഇരുത്തത്തിന്റെ പേരിൽ നമ്മൾ എത്ര ശുക്ർ ചെയ്യണം. ലഇൻ ശകർതും, ആ ആരോഗ്യം അല്ലാഹു തന്നതിന്റെ പേരിൽ നിങ്ങൾ റബ്ബിനെ ശുക്ർ ചെയ്തോ, ലഅസീദന്നകും, അപ്പൊ ആരോഗ്യം വീണ്ടും റബ്ബ് നിങ്ങൾക്ക് തരും. ഓരോ മൊമെന്റിലും നമ്മൾ ആലോചിക്കുക. അതാണ് നമ്മളെക്കാൾ ഒരു പടി താഴ്ന്ന ആളുകളിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ അനുഗ്രഹത്തിന്റെ ഡെപ്ത് നമ്മൾ വായിക്കാൻ എന്നാണ്. ഇപ്പൊ ഫലസ്തീനെ പറ്റി ഒന്ന് ആലോചിക്കുക. 2024 ഇതേ ഇറയിലാണ് ഫലസ്തീൻ ജനതയും നമ്മളെ കൂടെ ജീവിക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള കുട്ടിക്ക് ഫുഡിന്റെ ബ്രാൻഡ് അറിയാം, നമ്മളെ വീട്ടിലുള്ള കുട്ടിക്ക് ആ കുട്ടിക്ക് എടുക്കുന്ന ഡ്രസ്സിന്റെ ബ്രാൻഡ് അറിയാം. പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ ഉപ്പ നിനക്ക് ടോയ് കൊണ്ടുവരുന്നു പറഞ്ഞാൽ മതിയായിരുന്നു. ഒരു കുട്ടിക്ക് ആ ടോയ് കിട്ടിയാൽ വലിയ അത്ഭുതമായിരുന്നു. ഇന്ന് കൊണ്ടുപോയ ടോയുടെ ബ്രാൻഡ് കുട്ടി ഉദ്ദേശിച്ചതായിട്ടില്ല എന്ന് പറഞ്ഞാണ്ട് അതേ സാധനം തൊണ്ടി മുതലിപ്പാന്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചയക്കുന്ന മക്കളുടെ യുഗമാണ്. കാരണം എന്റെ കാർട്ടൂണിലെ കഥാപാത്രം ഇതല്ല, ഞാൻ ഉദ്ദേശിച്ച കമ്പനി ഇതല്ല എന്ന് പറയുന്ന മക്കളാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇന്ന് ഫുഡിന്റെ ബ്രാൻഡ് അറിയാം, ടോയ്സിന്റെ ബ്രാൻഡ് അറിയാം, ഡ്രസ്സിന്റെ ബ്രാൻഡ് അറിയാം. ലോകത്ത് ഇതേ പ്രായമുള്ള നമ്മുടെ കുട്ടികളുടെ അതേ പ്രായമുള്ള അതേ ചൊങ്കും ചൊറുക്കുള്ള അതേ നീരും ചോരയുള്ള വികാരമുള്ള ഇതേ മക്കളാണ് ഫലസ്തീനിന്റെ, ഗാസയുടെ, വെസ്റ്റ് ബാങ്കിന്റെ ഒക്കെ മണലാരണ്യങ്ങളിൽ ആരുമില്ലാതെ കഴിയുന്നത്. ആ കുട്ടികൾക്ക് ഒരു ഡ്രസ്സിന്റെ ബ്രാൻഡ് അറിയൂല. ആരോ എറിഞ്ഞു കൊടുക്കുന്നത് നനുനനുത്തത് എന്നും പറഞ്ഞിട്ട്, മിനുമിനുത്തത് എന്നും പറഞ്ഞിട്ട് ബ്രാൻഡ് നോക്കാതെ മേനി മറക്കാൻ എടുത്തണിയുന്ന കുഞ്ഞുമക്കള്. ആരോ എറിഞ്ഞു കൊടുക്കുന്ന ഉണക്ക റൊട്ടി, അത് പഴയതാണോ പുതിയതാണോ ഡേറ്റ് കഴിഞ്ഞതാണോ ഒന്നും നോക്കാതെ കൊക്കിൽ ആത്മാവിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഉണക്ക റൊട്ടി പോലും വെള്ളത്തിൽ മുക്കി കഴിക്കുന്ന കുഞ്ഞുമക്കൾ അല്ലേ? ടോയ് അത് ചിന്തിക്കാൻ പോലും ആ കുട്ടികൾക്ക് വൈകാരികമായിട്ട് കഴിയൂല. ആ കുട്ടികൾക്ക് ആകെ അറിയുന്നത് ഒരു ബ്രാൻഡാണ്. ഡ്രസ്സിന്റെ ബ്രാൻഡ് അറിയാത്ത, ഷൂവിന്റെ ബ്രാൻഡ് അറിയാത്ത, ടോയിയുടെ ബ്രാൻഡ് അറിയാത്ത, ഫുഡിന്റെ ബ്രാൻഡ് അറിയാത്ത ഫലസ്തീനിലെ മക്കൾക്ക് ആകെ അറിയുന്നത് ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് നമ്മളെ കുട്ടികൾക്ക് അറിയില്ല. അതേതാണ്? അമേരിക്കന്റെ ജോൺ ബൈഡന്റെ പട്ടാളക്കാർ നിർമ്മിച്ചിട്ട് നെതന്യാഹുവിന്റെ പട്ടാളക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന യന്ത്ര തോക്കുകളുടെ മാത്രം ബ്രാൻഡും അതിന്റെ ഉള്ളിലുള്ള തിരകളും ആ തിരയുടെ വേഗതയും ആ വേഗതയിൽ അത് തുളച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന വേദനയും ലോകത്തോട് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒറ്റ കുട്ടിയേ ഉള്ളൂ. അത് ഫലസ്തീനിലെ കുട്ടിയാണ്, അത് ഫലസ്തീനിലെ മക്കളാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു തന്ന നിഅമത്തിന്റെ ആഴമറിയാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത്, ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളുടെ ഖൽബ് റബ്ബിനെ ഓർക്കാൻ, നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് അല്ലാഹുവിനോടുള്ള ശുക്ർ വിരുന്നു വരാൻ നിങ്ങൾ നിങ്ങളെക്കാൾ നിലവാരം താഴ്ന്ന ഒരു ജനതയെ പറ്റി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മളെക്കാൾ നിലവാരം താഴ്ന്ന ഒരു ജനതയെ പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു നമുക്ക് ബോധം തരുന്നതാണ്. അള്ളാഹു നമുക്ക് ബോധം തരുന്നതാണ്. അപ്പോഴാണ് നമ്മൾ പടച്ചോനെ ഞങ്ങൾ നിഅമത്തിലാണ് എന്ന് മനസ്സിലാവുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഞാൻ ഈ നേപ്പാളിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം, മൊബൈൽലെസ് സൊസൈറ്റി. മിക്ക ആളുടെ കയ്യിലും മൊബൈൽ ഇല്ല. ഓരോ ഗല്ലികളിലൂടെയും പോകുമ്പോ കൗമാരക്കാരായ കുട്ടികളൊക്കെ വട്ടത്തിലിരുന്നിട്ട് തോൾമത്തോള് കൈയിട്ടിട്ട് വർത്താനം പറയുന്ന 25 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കേരളത്തിന്റെ പരിപ്രേക്ഷ്യം പറിച്ച് നടപ്പെട്ടതായിട്ട് അവിടെ ഇങ്ങനെ കാണാണ്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാണ്. എന്തൊരു മനോഹരം അറിയോ? ജനങ്ങൾക്ക് ചിരിക്കാൻ പിശിക്കില്ലാത്ത ഒരു ജനത. കാരണം എന്താണ്? ഈ മൊബൈൽ ഫോണിന്റെ രൂക്ഷമായ അഭിനിവേശം അവരെ തകർത്ത് കളഞ്ഞിട്ടില്ല. ഞാൻ ഈ അടുത്ത് മലയാളത്തിൽ ഒരു മിനിക്കഥ വായിച്ചത് ഓർത്തു പോവാൻ. ഒരു മൊബൈൽ ഫോണ് ഹാങ് ആയി അത് മുഴുവനായിട്ട്
അതിന്റെ വർക്കൊക്കെ നിന്നപ്പോ, അതിന്റെ ഫംഗ്ഷനൊക്കെ നിന്നപ്പോ അദ്ദേഹം അതൊരു ഇലക്ട്രീഷ്യൻ, അതിന്റെ ഇത് റിപ്പയർ ചെയ്യുന്ന ഒരാളെ കാണിക്കാൻ വേണ്ടി മൊബൈൽ ടെക്നീഷ്യന്റെ അടുക്കലേക്ക് പോയി. മൊബൈൽ ടെക്നീഷ്യൻ പറഞ്ഞു അത് 2 ദിവസം ഇവിടെ വെക്കണം. അപ്പൊ അത് കൊടുത്തിട്ട് ശൂന്യമായ കൈകളുമായിട്ട് ഇയാൾ വീട്ടിലേക്ക് പോവാൻ, മൊബൈൽ ഇല്ലാത്ത 2 ദിവസം. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഇന്ന് അടുക്കളയിലെ ഒരു പുതിയ യന്ത്രത്തെ തിരിച്ചറിഞ്ഞു. ആ യന്ത്രം വെളുപ്പിന് കുടിച്ച വെള്ളം ഉച്ചയാകുമ്പോഴേക്ക് പുറത്തേക്ക് വരുമ്പോ അതിൽ ഉപ്പിന്റെ രാസപരിവർത്തനുണ്ട്. സയൻസിന്റെ കെമിസ്ട്രി ലാബിലെ ടീച്ചർ പോലും പറഞ്ഞു തരാത്ത രാസപരിവർത്തനം ഞാൻ കണ്ടത് ആ യന്ത്രത്തിലാണ്. എങ്ങനെയാണ് കുടിച്ച പച്ചവെള്ളം പുറത്തേക്ക് വിയർപ്പായി വന്നപ്പോ ഉപ്പ് നിറഞ്ഞ ലവണാംശമുള്ളതായി മാറിയത് ആ യന്ത്രം എന്റെ അമ്മയായിരുന്നു. പിന്നെ വീട്ടിലേക്ക് വിരുന്നു വന്ന പെങ്ങളെ ഞാൻ കണ്ടു. അവളായിട്ട് ഒത്തിരി നേരം സംസാരിച്ചു. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ പെങ്ങള് വിരുന്നു വന്നിട്ടും പോയതാണ്. പക്ഷേ ആ കാഴ്ചകളിലൊക്കെ ഹാ കുഞ്ഞോളെ എന്താ വിവരങ്ങൾ എന്നൊക്കെ ചോദിക്കുക എന്നല്ലാതെ ബോധം പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. സിറ്റ് ഔട്ടിലേക്ക് പോയപ്പോ ചാരു കസേരയിൽ ചോര തുപ്പിയിട്ട് ചുമച്ച് ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ഒരു ജന്മത്തെ ഞാൻ കണ്ടു. എന്റെ ഉമ്മറ കോലായിൽ ചാരു കസേരയിൽ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന വളഞ്ഞ ഹാൻഡലുകളുള്ള ആ 2 വീലറിലേക്ക് ഞാൻ ഒന്നുകൂടി നോക്കി. ആ 2 വീലറാണ് എന്റെ അച്ഛൻ, അല്ലെങ്കിൽ എന്റെ ബാപ്പ, അല്ലെ? ടയറുകൾ രണ്ടും തേഞ്ഞുപോയ എന്റെ വീട്ടിന്റെ ഷെഡിൽ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന, ആർക്കും ആവശ്യമില്ലാത്ത ദുരുമ്പിച്ച പഴയ 960 ഒരു 2 വീലർ. പഴയ എഞ്ചിനാണ്, പക്ഷെ ഫംഗ്ഷൻ ഭയങ്കര. അപ്പൊ ടയറുകൾ രണ്ടും തേഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? എന്റെ ഉപ്പ വലിയ ഭാരമുള്ള ചുമടുകൾ ചുമന്നിട്ട് ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തില് ചെരുപ്പ് പോലും തേഞ്ഞിട്ട് ഓടി ഓടി നടന്നു പോയിട്ട് എൻ്റെ ഉപ്പാന്റെ കാലുകളിൽ ഒരുപാട് മാറ്റണ്ടായിട്ടുണ്ട്, വിണ്ട് കീറിയിട്ടുണ്ട്. അപ്പൊ 2 വീലർ പിതാവാണ്. ഹാൻഡിൽ വളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഉപ്പാന്റെ മുതുകൊക്കെ നന്നായി വളഞ്ഞു പോയിട്ടുണ്ട് ഈ ചുമടെടുത്ത ഭാരത്തിൽ, അല്ലേ? ഹെഡ്ലൈറ്റിന് നിറം മങ്ങിയിട്ടുണ്ട്. ഇനി ഓട്ടിക്കഴിഞ്ഞാൽ കുണ്ടിലും കുഴിയിലും വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നോക്കൂ നിങ്ങൾ ആ ഭാഷ, അല്ലേ? ഹെഡ്ലൈറ്റിന് നിറം മങ്ങിയിട്ടുണ്ട്. എന്റെ ഉപ്പാന്റെ കണ്ണിന് ഇപ്പൊ തിമിരം ബാധിച്ചിട്ടുണ്ട്. ഇനിയും ജോലിക്ക് പോവാന്നും പറഞ്ഞാണ്ട് ഉമ്മയും ബാക്കിയുള്ള മക്കളും കൂടിയിട്ട് ഈ ഇരിക്കുന്ന ബാപ്പാനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുണ്ടിലും കുഴിയിലും വീണുപോയിട്ട് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ തിരിച്ചറിയണം. നമ്മളാക്കിയ ചില ജന്മങ്ങളെ പോലും നമ്മൾ തിരിച്ചറിയുന്നത് യന്ത്ര സംസ്കാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മളൊരു യന്ത്രമാവും, അല്ലേ? ഇന്ന് നോക്കൂ നിങ്ങൾ, മന്ത്രങ്ങൾ പോലും യന്ത്രങ്ങൾ ഏറ്റെടുത്ത കാലത്തന്നുണ്ട്. ഇപ്പൊ അടുത്ത് ഒരു സ്ഥലത്തു നിന്നൊരു വാർത്ത വന്നു. അവിടെ ഖുർആൻ മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ ആളില്ലാത്തോണ്ട് ചൈന ഇറക്കിയ ഒരു മൊബൈൽ ഫോണിന്റെ ഒരു പെന്നുണ്ട്. ആ പെന്ന് ഓൺ ചെയ്ത് വെച്ചു. യാ അല്ലാഹ്, അതില് അബ്ദുള്ള അഫാസിന്റെ ഖുർആൻ കിട്ടും, അബ്ദുള്ള സുദൈസിന്റെ ഖുർആൻ കിട്ടും, അതുപോലെ തന്നെ ഷുറൈമിന്റെ ഖുർആൻ കിട്ടും, മാഹിർ മുഅയ്യിഖിലിയുടെ ഈണത്തിലുള്ള ഓത്ത് കിട്ടും. പക്ഷേ നമ്മളെ സ്വന്തം ഇൽമു പഠിച്ച മക്കള് മയ്യത്തിന്റെ തലക്കപ്പുറത്തിരുന്ന് ഓതുന്ന ആ ഓത്തിന്റെ ഡെപ്ത് അവിടെ ഒന്നും കിട്ടൂലല്ലോ. അതാണ് മന്ത്രങ്ങൾ പോലും യന്ത്രങ്ങൾ ഏറ്റെടുത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇനി എല്ലാം ഇവന്റ് മാനേജ്മെന്റ് ആയിരിക്കും, അല്ലെ? വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട്, ഏത് കമ്പനിക്കാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന കാലം അതിവിദൂരമല്ല, അനതിവിദൂരമാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാല് അവര് വളരെ ഈസി ആയിട്ട് ജനാസ കുളിപ്പിക്കും, അവര് കഫൻ ചെയ്യും, അവര് വേണ്ട ശേഷക്രിയകളൊക്കെ തന്നെ അവര് ചെയ്യും. അപ്പൊ ഉദകം ചാർക്കാനുള്ള കുന്തിരിക്കം അവരെ കെയർ ഓഫിലാണ്. അതുപോലെ തന്നെ കഫം പുടവ അവരുടെ കെയർ ഓഫിലാണ്, കുഴിവെട്ടല് അവരുടെ കെയർ ഓഫിലാണ്, മയ്യത്തിനെ ഇറക്കി വെക്കല് അവരുടെ കെയർ ഓഫിലാണ്, മൂടുകല്ല് അവരുടെ കെയർ ഓഫിലാണ്. ഇവന്റ് മാനേജ്മെന്റ് ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ മറക്കുക, അല്ലേ? അപ്പൊ ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത നേപ്പാളിലെ കുഗ്രാമങ്ങളിലൂടെ നടന്നു പോയപ്പോ നമുക്ക് 10-20 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സർഗാത്മകമായിട്ട് വരുന്ന വഴിഞ്ഞു വാർന്നു വീഴുന്ന ചില ചിരികളുണ്ടല്ലോ. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്ന മണിമുത്തുകളായിരിക്കുന്ന ചിരി, രസം, തമാശ, നർമ്മം, കുശലം, വർത്തമാനങ്ങള്, പാരസ്പര്യ ബന്ധത്തിന്റെ രൂഢത, അതൊക്കെ അവിടെ നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. നമ്മളിങ്ങനെ പോവാൻ, അല്ലേ? നാട്ടുപ്രധാനം നഗരം ദരിദ്രം. കുറ്റിപ്പുറം എന്ന് പറയുന്ന കവിയാണ് എഴുതിയത്, ഇടശ്ശേരി. അദ്ദേഹം കുറ്റിപ്പുറത്ത് നിന്ന്, കുറ്റിപ്പുറം എന്ന് വലിയ ഗ്രാമ, മലപ്പുറം ജില്ലയിലെ ഗ്രാമമായിരുന്നു കുറ്റിപ്പുറം. അദ്ദേഹം പിന്നെ എടപ്പള്ളിയിലേക്ക് ജീവിതം പറിച്ചു നടുക.
അപ്പൊ കുറ്റിപ്പുറം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് എടപ്പള്ളിയാകുന്ന അന്നത്തെ നഗരത്തിലേക്ക് ജീവിതം പറിച്ചു നട്ടപ്പോ അദ്ദേഹത്തിന് തോന്നിയ വരികളാണ് അദ്ദേഹം എഴുതി വെച്ചത്. എന്താ അദ്ദേഹം എഴുതിയത്? നാടു പ്രധാനം നഗരം ദരിദ്രം. നഗരം ദരിദ്രാണ് അത്രേ. അപ്പൊ നമ്മളല്ലേ പറയല്, ഒരു വാർപ്പ് നടക്കുകയാണെങ്കിൽ, ഒരു കോൺക്രീറ്റ് നടക്കുകയാണെങ്കിൽ, മെറ്റൽ കിട്ടണമെങ്കിൽ നഗരത്തിൽ പോണ്ടേ, സിമന്റ് വാങ്ങണമെങ്കിൽ നഗരത്തിൽ പോണ്ടേ, ഏത് സാധനങ്ങളും നഗരത്തിലല്ലയോ ലഭ്യമാവുക. എന്നിട്ടും കവി പറയുന്നത് നാടു പ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻ പുറം നന്മകളാൽ സമൃദ്ധം. പക്ഷേ ഈ അയൽപ്പക്ക ബന്ധങ്ങൾ, ഈ ചിരി, ഈ വശ്യമനോഹരമായ പാരസ്പര്യ ബന്ധങ്ങൾ, അത് മുഴുവൻ നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലാണ് കാണാൻ കഴിയുന്നത്. നഗരങ്ങളിൽ അത് അന്യം നിന്ന് പോവുകയാണ്. അതുകൊണ്ട് നാടാണ് പ്രധാനം, നഗരമാണ് ദരിദ്രം. ദാരിദ്ര്യം ഇപ്പോഴും നഗരത്തിലാണ്. കാരണം നമ്മൾ മുഴുവൻ ദാരിദ്ര്യത്തിലാണ്. സ്നേഹത്തിന്റെ ദാരിദ്ര്യം, ഇടപെടലുകളുടെ ദാരിദ്ര്യം, കണ്ടറിയലുകളുടെ ദാരിദ്ര്യം, പരസ്പര സഹകരണങ്ങളുടെ ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം മനുഷ്യന് വന്നാൽ ഏറ്റവും മനിൽ മുഫ്ലിസ്, ആരാണ് നബിയെ പാപ്പറായ മനുഷ്യൻ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ സ്വഹാബ പറഞ്ഞു, എന്താണ്? മൻ ലൈസ ഇൻദഹു ദീനാറും വലാ ദിർഹം. നബിയെ, ദീനാറും ദിർഹമും കയ്യിലില്ലാത്തവനല്ലയോ നബിയെ? നിങ്ങൾക്ക് തെറ്റിപ്പോയി സ്വഹാബ. പൂജ്യനായ മനുഷ്യൻ, ഒന്നും കയ്യിലില്ലാത്ത മനുഷ്യൻ ആരാണ്? ആരാണ് ദരിദ്രവാസി? ദരിദ്രവാസിയായ, ഏറ്റവും പോവേർട്ടി സ്റ്റേജിലേക്ക് പോയ മനുഷ്യൻ ആരാണ്? പരിശുദ്ധ റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ സഹാബ പറഞ്ഞ മറുപടി, മൻ ലൈസ ഇൻദഹു ദീനാറും വലാ ദിർഹം. പൈസ മുക്കാലും കയ്യിലില്ലാത്തവനല്ലേ നബിയെ? അല്ലേ? എന്താ നബി തങ്ങൾ പറഞ്ഞത്? അല്ല, പിന്നെ ജനങ്ങളുടെ അടുക്കലുള്ള നന്മകളെ മുഴുവൻ, തന്റെ അടുക്കലുള്ള നന്മകളെ മുഴുവൻ ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നവൻ, ജനങ്ങളുടെ തിന്മകളെ മുഴുവൻ സ്വന്തത്തിലേക്ക് സ്വാംശീകരിക്കേണ്ടി വരുന്നവൻ. എന്താണ്? ഒരുപാട് ആൾക്കാര് ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ പറയാൻ. വോയിസ് ക്ലിപ്പുകൾ 90% അന്യായങ്ങൾക്ക് വേണ്ടിയാണ്. മറ്റവനെ കുറ്റം പറയാൻ, അവളെ കുറ്റം പറയാൻ, ആ ഫാമിലിയെ കുറ്റം പറയാൻ, ആ കുടുംബത്തിലുള്ളവരെ കുറ്റം പറയാൻ, നാട്ടിലുള്ളവരെ കുറ്റപ്പെടുത്താൻ, ഒറ്റപ്പെടുത്താൻ. അങ്ങനെ നാവിനെ മുഴുവൻ ചെലവിട്ട വോയിസ് ക്ലിപ്പുകളിൽ മിക്കതും മറ്റുള്ളവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താനുള്ളവയാണ്. ഒരാളുടെ അഭിമാനത്തെ ക്ഷതം വരുത്തിയാൽ അല്ലാഹു തആല നാളെ കൊടുക്കുന്ന റിവഞ്ച്, അതിനുള്ള പ്രതികാരം എങ്ങനെയാണ്? ആർക്കാണ് ഈ ക്ഷത ഏറ്റത്? അവന്റെ കയ്യിലുണ്ടായിരുന്ന തിന്മ മുഴുവൻ അല്ലാഹു പിക്ക് ചെയ്തിട്ട് അവന്റെ കൈക്ക് കൊടുക്കുകയാണ്. ഈ ക്ഷതം വരുത്തിയവന്റെ കയ്യിലുണ്ടായിരുന്ന നന്മ മുഴുവൻ ഫ്രീ ആയിട്ട് ഇവന് കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് വാട്സപ്പ് യുഗത്തിൽ, ഫേസ്ബുക്ക് യുഗത്തിൽ നമുക്കെതിരെ ആരെങ്കിലും വാളോങ്ങിയാൽ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ്? അസ്സുംതു ഖൈർ. മൗനം ഏറ്റവും വലിയ പടവാളാണ്. ആ മൗനം നിങ്ങൾ ക്ഷമാപൂർവം, നിങ്ങൾ മൗനം കാക്ഷിച്ച് ക്ഷമ കൈക്കൊണ്ടാൽ നിങ്ങൾക്ക് ഹസനത്ത് കിട്ടാൻ. ആരാ ഹസനത്ത്? നമ്മളെ കുറ്റം പറഞ്ഞവന്റെ മുഴുവൻ ഹസനത്ത് നമ്മളിലേക്ക് എത്തി. മാത്രല്ല, നമ്മളെ സയ്യിഅത്തൊക്കെ പൊറുക്കപ്പെടാൻ എന്തൊക്കെ പണിയെടുക്കണം? ഒരു റിസ്കുമില്ലാതെ മറ്റൊരുത്തൻ നമ്മളെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ സയ്യിഅത്ത്, നമ്മുടെ തിന്മകൾ മുഴുവൻ അയാളുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു തആല കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇയാൾ വലിയ പ്രതീക്ഷയോടുകൂടെ സ്വഹാബ നാളെ സിറാത്ത് പാലം കടക്കാൻ വരുന്നതാണ്. മീസാൻ എന്ന തുലാസിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതാണ്. ഇയാൾ ഭയങ്കര പ്രതീക്ഷയിലാണ്. ഞാൻ അതുണ്ടാക്കി, ഞാൻ ഇതുണ്ടാക്കി, ഞാൻ അവിടെ ദാനം കൊടുത്തു, ഞാൻ ഇവിടെ സ്വതക്ക കൊടുത്തു, ഞാൻ അവിടെ ഹജ്ജ് ചെയ്തു, ഞാൻ ഇവിടെ ഖുർആൻ ഖതമ തീർത്തു, ഒരുപാട് ആളുകളെ കൊണ്ടത് തീർപ്പിച്ചു. അങ്ങനെ ഒരുപാട് നന്മ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് എന്ന പ്രതീക്ഷയോടുകൂടെ മീസാൻ എന്ന തുലാസിന്റെ അടുക്കലേക്ക് ഇയാൾ കടന്നു വരുമ്പോ, ചുറ്റും കൂടുന്ന മലക്കുകൾക്കിടയിൽ വെച്ച് ഇത് നന്മ തിന്മകൾ നടത്തപ്പെടുമ്പോ ഇയാളുടെ നന്മയുടെ അക്കൗണ്ട് ബിഗ് സീറോ ആണ്. ഇയാൾ തന്നെ അത്ഭുത പരതന്ത്രനായിട്ട് ചോദിക്കുകയാണ്, പഠിച്ചോനെ, ഞാൻ അത് ചെയ്ത ആളാണല്ലോ, ഇത് ചെയ്ത ആളാണല്ലോ റബ്ബേ, എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ കാലിയാണല്ലോ റബ്ബേ, എന്റെ പൈസക്ക് എവിടെ പോയി, എന്റെ സാധനങ്ങളൊക്കെ എവിടെ പോയി? അപ്പൊ അല്ലാഹു തആല യഥാർത്ഥ ഡോക്യുമെന്റ്സിന്റെ പേപ്പർ കണ്ടെടുക്കുകയാണ്. എന്നിട്ട് തെളിവ് സഹിതം ഡാറ്റ വെച്ചിട്ട് അല്ലാഹു തആല ഇയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോ സ്വീകരിക്കേണ്ടി വരികയാണ്. അപ്പൊ രേഖയിൽ ഒന്നുമില്ല, സംപൂജ്യനാണ്, ശൂന്യനാണ്. ആ ശൂന്യനായവനാണ് മുഫ്ലിസ്, പാപ്പ.
പാപ്പറായി, അവിടെ പാപ്പറായി എന്നതിന്റെ അർത്ഥം, അവിടെ പാപ്പറായി. അപ്പൊ മൻ ലൈസ ലഹു ദീനാറും വലാ ദിർഹം അല്ലാ സ്വഹാബ, ഇതാണ് മുഫ്ലിസ്. നമ്മൾ മുഫ്ലിസ് ആകരുത്, നമ്മൾ പാപ്പരായി പോയവനാകരുത്. നമ്മൾ നല്ലോണം ഉണ്ടാക്കുക. മീസാൻ എന്ന തുലാസിന്റെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് ഉണ്ടാക്കേണ്ടതിനെ മുഴുവൻ ഉണ്ടാക്കുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ കൂടുതൽ നേരം സുദീർഘമായി നീട്ടിക്കൊണ്ടു പോണില്ല, എനിക്ക് തിരിച്ചു പോകും വേണം പ്രിയപ്പെട്ടവരെ. ഏതായാലും അള്ളാഹു നമ്മുടെ ഈ കൂടൽ ഒരു ശക്തമായ രീതിയിലുള്ള ദീനിന്റെ ഈടും ഉറപ്പും നമ്മുടെ കൽബിലേക്ക് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഒരുമിക്കലായി നമ്മളിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ബോധങ്ങളൊക്കെ തിരിച്ചു വരണം. ഞാൻ ഈ നേപ്പാളിലെ കാര്യം പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, ഖത്തറിലുള്ള ഒരു സുഹൃത്തിന് ഞാൻ അതിന്റെ വീഡിയോ തന്നെ വിട്ടുകൊടുത്തു. ഞാൻ എൻ്റെ മഹല്ലിലെ അവിടുത്തെ ഒരു മദ്രസന്റെ വാർഷിക പരിപാടി കഴിഞ്ഞിട്ട് അടുത്തൊരു മഹല്ലിലേക്ക് അവിടുത്തെ ഗ്രാമനിവാസികളെ വിളിച്ചതിന്റെ പേരിൽ പോയതാണ്. അപ്പൊ കേരളത്തിലെ നിങ്ങളുടെ സിസ്റ്റം ഞങ്ങളുടെ നാട്ടിൽ നടപ്പാക്കണം എന്നൊക്കെ വളരെ ആവേശത്തോടു കൂടെ അവിടുത്തെ മുസ്ലിങ്ങൾ പറഞ്ഞ് അവിടുത്തെ കാരണന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് വെറുതെ പറഞ്ഞു, നിങ്ങളിവിടെ പള്ളിക്കൊക്കെ നിങ്ങൾ എങ്ങനെ പോവര്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം, ഒരു പള്ളി കണ്ടെത്തണമെങ്കിൽ വലിയ റിസ്ക്, നല്ല ഭക്തിയുള്ള ആൾക്കാര്. അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണെങ്കിൽ പള്ളിക്കുള്ള ഒരാളെ അവിടെ ഒരു ജുമാഅത്ത് പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ ആകെ 15 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ വിശാലമായ ഒരു കെട്ട എന്ന് പറഞ്ഞാല് 8 സെന്റ് 10 സെന്റിന്റെ അടുത്തുള്ള ഭൂമിയാണ് ഒരു കെട്ട. അങ്ങനെ ഒരു കെട്ട ഉണ്ടെങ്കിൽ ആ 10 സെന്റ് ഭൂമിയിൽ മനോഹരമായ ജുമാഅത്ത് പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ ആകെ 15 ലക്ഷം രൂപ മതി. ഒന്ന്, അവിടെ സാധനങ്ങൾക്ക് വില കുറവാണ്. രണ്ടാമത്തത്, നമ്മുടെ പള്ളിയുടെ മാതിരി വലിയ സൗകര്യങ്ങളിലൊന്നും വേണ്ട, അവർക്കൊരു വാർപ്പുള്ള അത്യാവശ്യ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു പ്രയർ ഹാള് മതി, ഒരു പള്ളി മതി. വളരെ ഉഷാറായിട്ട് അവർ ജമാഅത്ത് ആരാധനാ കർമ്മങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രൗഢിയായിട്ട് നിർവഹിക്കുന്നു. അപ്പൊ ഒരു ലാൻഡ് കാണാൻ പോയി. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങള് അങ്ങനെയാണെങ്കിൽ ഒരു 10 സെന്റിന്റെ ഭൂമിയെങ്കിലും തരികയാണെങ്കിൽ നമുക്ക് പള്ളിക്കുള്ള ആൾക്ക് വേണ്ടി ശ്രമം നടത്തി നോക്കാന്ന് പറഞ്ഞപ്പോ ആദ്യം മൗലവി അബ്ദുൽ വക്കീൽ സാഹിബ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കാരണവർ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭൂമി തരാൻ ഞാൻ തയ്യാറാണ്. ആ 10 സെന്റ് പോരെങ്കിൽ ഇതിന്റെ ബാത്റൂം, അതിന്റെ മറ്റുള്ള കോമൺ അമ്യൂണിറ്റീസ്, അതിലേക്ക് 5 സെന്റ് ഭൂമി കൂടി തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്, അത് തരാനും ഞാൻ തയ്യാറാണ്. ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഒരു ചോപ്പ് കോട്ടിട്ട ഒരു മനുഷ്യൻ വേഗമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് അത് പാടില്ല, നിങ്ങൾ അദ്ദേഹത്തിന് സാങ്ഷൻ കൊടുക്കാൻ പാടില്ല. കാരണം ഞാൻ എൻ്റെ മക്കളോട് വരെ പറഞ്ഞ് നിയത്താക്കിയതാണ്, ഈ റോഡിന്റെ തൊട്ടപ്പുറത്തുള്ള എൻ്റെ ഭൂമി ഇത്രയല്ല ഇതിനേക്കാൾ കൂടുതലുണ്ട്, അത് ഞാൻ നിയത്താക്കിയതാണ്. പിന്നെ അവർ തമ്മിൽ തർക്കം, യാ അല്ലാഹ്, എന്ത് ഞാൻ കൊടുക്കണം എന്തേ? അള്ളാഹുവിന്റെ ദീനും ഖുർആനൊക്കെ പഠിച്ചിട്ട് മരണശേഷം നമുക്ക് ആസ്വദിക്കാനുള്ളത് അതാണ് എന്നുള്ള ബോധ്യത്തിന്റെ പുറത്തുണ്ടായ ഒരു തർക്കമാണ്. ഉറുദു ഭാഷയിലുള്ള ഈ മനോഹരമായ തർക്കം ഞാൻ വീഡിയോയിലെടുത്തു. കാരണം അത് മലയാളിക്ക് ആശ്ചര്യമാണ്, നമുക്കിന്നത് ആശ്ചര്യമാണ്. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ്, ദശം കിട്ടുമ്പോ അത് ശതമാകണം, ശതമാകുമ്പോ അത് സഹസ്രമാകണം. അതിനുള്ള പണി എന്തൊക്കെ എടുക്കേണ്ടത് എന്നുള്ളത് നോക്കുന്ന പുതിയ വ്യാപാരങ്ങളുടെ ചുറ്റുപാടുകൾക്കിടയിൽ, തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതങ്ങൾക്കിടയിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റുള്ള സാമ്രാജ്യങ്ങളിലും വളർന്നു വരുന്ന നമ്മുടെ പുതിയ കുടുംബ സമ്പ്രദായ ഘടനകള്, നമ്മുടെ കൗമാരങ്ങളൊക്കെ തന്നെ ഇത് കാണണം, അതിൽ അത്ഭുതപ്പെടണം. അങ്ങനെയുള്ള ഒരു ബോധമണ്ഡലങ്ങളിലൂടെയാണ് അവരൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അതുകൊണ്ട് പടച്ച റബ്ബിനോട് നമുക്ക് നന്നായി ദ്വാരക്ക. നാളെയുടെ രാത്രി ഇൻഷാ അല്ലാഹ് വളരെ പ്രൗഢമായ ശബേ ബറാത്താണ്. എല്ലാവരും നല്ല രീതിയിൽ ദുആയിൽ ഉൾപ്പെടുത്തുക. മാത്രമല്ല, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെ നമ്മൾ പ്രത്യേകിച്ചും പരിഗണിക്കുക. അവരൊക്കെ ദാഹ പരവശരായിട്ട് നമ്മുടെ ആമീനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ആമീനിന് വിലയുണ്ട്. എന്നാലാണ് നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് വേണ്ടി അടുത്ത തലമുറ ഇങ്ങനെയുള്ള മജ്ലിസുകളിൽ വന്നിരുന്ന് ദുആ ചെയ്യുകയുള്ളൂ. അല്ലാഹു തആല യസ്മഉ ദബീബൻ നംലത്തി അസ്സൗദാഇ ഫിൽ ലൈലത്തിൽ ളൽമാഇ അല സഖറ. അല്ലേ, കുറ്റാക്കൂരിട്ടുള്ള രാത്രിയിൽ ഒരു പാറയുടെ മുകളിൽ നിന്നിട്ടൊരു കൊച്ചു ഉറുമ്പ് അതിന്റെ 2 കുഞ്ഞു കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാ തിരക്കിന്റെ ഇടയിലും ആ ഉറുമ്പിന്റെ ശബ്ദം വരെ അല്ലാഹു തആല സൂക്ഷ്മമായി കേൾക്കുകയും ആ ഉറുമ്പിന് റബ്ബ് തആല മറുപടി പറയുകയും ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്തിനാ നിരാശ? ഈ കൊച്ചുറുമ്പിന്റെ ശബ്ദം കേൾക്കാൻ വരെ അല്ലാഹു കാതു തുറന്നിരിക്കുകയാണെങ്കിൽ, ഇബാദത്തിലായിട്ട് ജീവിക്കുന്ന, ഇബാദത്തിന് വേണ്ടി പഠനം നടത്തുന്ന നമുക്ക് അല്ലാഹു തആല കാതു തരും.
അല്ലാഹു തആല പരിഗണന തരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. സൽ തുഅത, അതുകൊണ്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നമ്മുടെ ഈ ദീനീ സംരംഭങ്ങളോടൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ മസ്ജിദിന്റെ കീഴിൽ ബഹുമാന്യരായ ഉസ്താദുമാര്, കമ്മിറ്റി ഭാരവാഹികളൊക്കെ തന്നെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ ഒരു പരിപാടി, അതുപോലെ തന്നെ വോയിസ് ഓഫ് കാട്ടുപുതുശ്ശേരി, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയും നമ്മളെ സുഹൃത്തുക്കൾ ഉണ്ടോ, അവരൊക്കെ അവരുടെ ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടാണല്ലോ ചെലവഴിച്ചത്. അപ്പൊ ആ ദീനിലാണല്ലോ അവര് വോയിസ് ഇടുന്നത് അല്ലേ? അവരുടെ ടെക്സ്റ്റ് മെസ്സേജുകൾ, വോയിസുകളൊക്കെ ദീന് ചർച്ച ചെയ്യാനാണ്. നമ്മളെ പരിപാടി എങ്ങനെ നമുക്ക് ഉഷാറാക്കണം, അതിൽ എന്തൊക്കെ നമുക്ക് സെഷനുകൾ കൊണ്ടുവരണം, അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഇൻവോൾവ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ പുണ്യം നൽകുന്ന ചിന്തകളാണ്. ആ ചിന്തകൾക്കൊക്കെ അല്ലാഹു തആല കൂലി നൽകുന്നുണ്ട് എന്നർത്ഥം. അല്ലാഹു എല്ലാ ആളുകൾക്കും അതിന്റെ അർഹമായ പ്രതിഫലം രണ്ടു ലോകത്തും നൽകട്ടെ. ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്.